എല്ലാവർക്കും തിങ്കൻ ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് അതിജീവിതയുടെ കേസിൻ്റെ വിധി വന്ന ദിവസമാണ്. നമ്മളെല്ലാവരും വളരെയധികം നിരാശയിലാണ്. അപ്പോൾ ഈ വിധിയെക്കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തു നിന്നും ചിലർ പ്രതികരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്ന വിധിയിൽ വലിയ നിരാശയും ദുഃഖവും തോന്നുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു വിധി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആശങ്കയും ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ അതിജീവിത നടി ഈ കോടതിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി കൊടുത്തിരുന്നു. ഈ കോടതിയിൽ തനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് കോടതി മാറ്റിത്തരണം എന്നാവശ്യപ്പെട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് അത്തരത്തിലുള്ള ഒരു ആവശ്യം വന്നാൽ കോടതി തന്നെ ഇവർക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ മാറാം എന്ന് പറയേണ്ടതാണ്. അത് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഹൈക്കോടതി ആവട്ടെ സുപ്രീം കോടതി ആവട്ടെ ഈ അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചുമില്ല. പക്ഷേ അതിജീവിത ആശങ്കപ്പെട്ടതെന്തോ അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ വിധി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ വിധിയിൽ 6 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. അവരാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടവർ. ശരിയാണ്. പക്ഷേ കോടതി ആലോചിക്കേണ്ടതുണ്ട്, ഇവരെന്തിനു വേണ്ടി കുറ്റം ചെയ്തു എന്ന് നമുക്കും വലിയ സംശയമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം അവരെന്തിനു വേണ്ടി കുറ്റം ചെയ്തു എന്ന്. അവർ ഈ അതിജീവിതയുമായി ഈ നടിയുമായി ഇതിനു മുന്നേ ശത്രുതയുള്ളവരല്ല. അവർക്ക് ഇവരുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെ ഇരിക്കെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ട നടിയെ വളരെ പ്ലാനിങ്ങോടുകൂടി അവരുടെ യാത്രയിലുടനീളം പിന്തുടർന്ന് അങ്കമാലിയിൽ വെച്ച് അവരുടെ വാഹനം തടഞ്ഞ് മറ്റൊരു വാഹനത്തിൽ പിടിച്ച് ശരിക്കും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയാണ്. ഇതൊരു ആസൂത്രിതമായ പ്ലാൻഡ് കുറ്റകൃത്യമാണ്. ഈ പ്ലാൻഡ് കുറ്റകൃത്യത്തിൽ ഈ 6 പേർക്കുള്ള താല്പര്യം എന്താണ്? ഈ 6 പേരെ മറ്റൊരാൾ നിയന്ത്രിക്കുകയാണ്. അവിടെയാണ് ഈ ഗൂഢാലോചന വരുന്നത്. ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് ഈ കേരളത്തിലെ ഒരു മനുഷ്യനും വിശ്വസിക്കുന്നുണ്ടാവില്ല. കോടതിക്കും കൃത്യമായി അറിയാമായിരിക്കും. ഗൂഢാലോചനയില്ലാതെ ഇത്തരത്തിൽ പ്ലാനിങ്ങോടുകൂടി ഒരാളെ പിടിച്ചു കൊണ്ടുപോയി റേപ്പ് ചെയ്ത് അത് ചിത്രീകരിച്ച് അവരെ വിടുകയാണ്. ഭയങ്കര പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു കുറ്റകൃത്യമാണ്. അതിൻ്റെ പിന്നിൽ നമ്മുടെ കേരളത്തിൻ്റെയും നമ്മുടെ മനുഷ്യരുടെ ഒരു പൊതുബോധമാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്ത്രീ ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ടാൽ ആ അപമാനം അവർ തുറന്നു പറയുകയോ പരാതിപ്പെടുകയോ ചെയ്യില്ല. അതാരും അറിയാതിരിക്കലാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും നല്ലത് എന്നവർ വിചാരിക്കും. അങ്ങനെയാണല്ലോ പൊതുവിൽ വിചാരിച്ചു വെക്കുന്നത്. ആ ധാരണയിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം പ്ലാൻ ചെയ്ത് ഈ നടിയെ തകർക്കാം എന്ന് വിചാരിച്ചത്. ആ നടിയാവട്ടെ ഈ നാട്ടിലെ സകല സ്ത്രീകളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ധീരതയോടുകൂടി താനല്ല കുറ്റവാളി, ഇത് തന്നോട് ചെയ്ത ആളാണ്, ഇതിൻ്റെ പിന്നിൽ ആസൂത്രണം ചെയ്ത കൊടും ക്രിമിനലാണ് കുറ്റവാളി എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരാനായി പരാതിക്കാരിയായി വരികയാണ്. അസാമാന്യ ധീരതയോടുകൂടി അവർ നടത്തിയ ഇക്കാലം വരെയുള്ള പോരാട്ടത്തെ നമ്മൾ അഭിമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി കാണുന്നു. ഇനിയും അവർ ഇത് മുകളിലേക്ക് കൊണ്ടുപോകുമെന്നും ഈ ക്രിമിനലിനെ ശിക്ഷിക്കുന്നതുവരെ അവർ പോരാടുമെന്നും അവർക്ക് വേണ്ടി സർക്കാർ അവരോടൊപ്പം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നീതിബോധമുള്ള മുഴുവൻ മനുഷ്യരും, നമ്മൾ ഉൾപ്പെടെ മുഴുവൻ സ്ത്രീകളും അവരോടൊപ്പം തന്നെയാണ്. അവർക്ക് അടുത്ത ഘട്ടത്തിൽ ഈ കോടതി അല്ലെങ്കിൽ ഇതിനേക്കാൾ നീതിബോധമുള്ള കോടതി ഇവിടെ ഉണ്ടാകുമെന്നും അയാളെ ശിക്ഷിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ അതിജീവിതയായ നടിക്കെതിരെ ഉണ്ടായ ഒരു വിധിയായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ടുള്ള, മുഴുവൻ നീതിബോധമുള്ള മനുഷ്യരെയും അപമാനിച്ചുകൊണ്ടുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് അപ്പീൽ പോവുകയും ഇതിന് അനുകൂലമായ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നീതിപീഠമാണോ അനീതിപീഠമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വില കൊടുത്ത് ഒരു വിധി പോലും വാങ്ങാൻ കഴിയുന്നൊരു വെള്ളരിക്ക പട്ടണത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ കേസിലെ സാക്ഷിയായിട്ടുള്ള ജിൻസൺ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് കേട്ടു. 8ാം പ്രതിയായിട്ടുള്ള സൂപ്പർ താരം പേട്ടൻ കോടതിയിലേക്ക് കയറി വരുന്നത് കാണുമ്പോഴേ ജഡ്ജി താണു തൊഴുത് എഴുന്നേറ്റ് നിൽക്കുകയാണ്.
അപ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്തൊരു വിധിയായിരിക്കും വരിക എന്നുള്ളത്. പ്രതീക്ഷിച്ചത് ഇത് തന്നെയാണ്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല. പണത്തിന് മുകളിലൂടെ പോലീസോ സർക്കാരോ കോടതിയോ ഒന്നും പറക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് ദിലീപിൻ്റെ ഭാവനയുടെ കേസിലെ വിധി അത്ര അപ്രതീക്ഷിതമൊന്നുമല്ല. ദിലീപിനെതിരെ വിധി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് 100% അല്ലെങ്കിൽ 99.9% തന്നെ മിക്കവാറും ആളുകൾക്കൊക്കെ ഉറപ്പാണ്. കാരണം അത്രയും അധികം ആളുകൾ സാക്ഷികൾ മൊഴിമാറ്റി പറയുകയും ഒരുപാട് തവണ നീട്ടിവെക്കുകയും ഒരുപാട് ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസസ് ആരോപിക്കപ്പെടുകയും അതുപോലെ ജുഡീഷ്യറി പോലും പല ഘട്ടത്തിലും അതിന് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്ത ഒരു കേസാണത്. അതുകൊണ്ട് ഇതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും സത്യത്തിൽ ഭാവനയുടെ കേസിൽ ദിലീപിനെതിരെയുള്ള വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സത്യം അതിനുള്ളിൽ എവിടെയൊക്കെയോ മറിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് അതും നമ്മൾക്ക് തോന്നുന്നൊരു തോന്നലാണ്. അത് ഏതെങ്കിലും സുപ്രീം കോടതി വഴിക്കാണെങ്കിലും ആ സത്യം തെളിയിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. അതിജീവിതയായ നടി 8.5 വർഷക്കാലം നടത്തിയ പോരാട്ടത്തിനിടയിൽ എത്രയോ തവണ നീതി നിഷേധിക്കപ്പെടുന്നതായി പരാതിക്കാരിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഹണിയം വർഗീസിൻ്റെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടായിരുന്നു നടിയും അതുപോലെ പ്രോസിക്യൂഷനും ജഡ്ജിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടത്. കോടതി മുറിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. അതിജീവിതയ്ക്ക് വേണ്ടി കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് പ്രോസിക്യൂട്ടർമാർ മാറി നിന്നതും ഈ കോടതിയിൽ നീതി ലഭിക്കില്ല എന്ന തോന്നലിൽ നിന്നായിരുന്നു. അടച്ചിട്ട മുറിയിൽ വിചാരണ നടത്തണമെന്ന ഒരു വനിതാ ജഡ്ജിയെ വെക്കണമെന്ന അതിജീവിതയുടെ ആവശ്യം അവൾക്കെതിരായി പ്രതിക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ നിന്ന് ഈ ജഡ്ജിയിൽ നിന്ന് തൻ്റെ കേസ് മാറ്റണമെന്ന് അവൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്തായാലും ഈ വിധിയിൽ കേരളത്തിലെ ജനങ്ങൾ നിരാശരാണ്, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. അതേസമയം അവൾ പരാജയപ്പെട്ടില്ല. അവൾ നടത്തിയ പോരാട്ടങ്ങൾ കേരള സമൂഹത്തിന് വലിയൊരു ഊർജമാണ് നൽകിയത്. തീർച്ചയായിട്ടും സർക്കാർ മേൽക്കോടതിയിലേക്ക് പോവുകയും ഈ കേസിൽ നീതി ഉറപ്പാക്കുകയും വേണ്ടതുണ്ട്. അതാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ഈ വിധി തികച്ചും നിരാശാജനകം തന്നെയാണ്. പിന്നെ അതിജീവിത ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആ ജഡ്ജിയെ മാറ്റണമെന്ന്. അത് കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റും കൂടെ കൂട്ടി യോജിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അത് അതിജീവിത അത് അത്രമാത്രം ശക്തമായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ ജഡ്ജിയെ മാറ്റാമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്ന പ്രതികരണങ്ങൾ ജനങ്ങൾ എത്രമാത്രം ഉത്കണ്ഠയോടുകൂടിയാണ് ഈ കേസിനെ നോക്കിക്കണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ജുഡീഷ്യറി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജുഡീഷ്യറി മാത്രമാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ളത്. നമ്മൾ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുവാനുള്ള ഒരു ഉൾക്കരുത്ത്, ഒരു ഊർജം അതിജീവിതയ്ക്ക് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളെല്ലാവരും അവരുടെ പിറകിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് അവർക്ക് ഈ കേസിനെ ധീരമായി തന്നെ നേരിടാൻ കഴിയുമെന്ന് തിങ്ക് ആൻഡ് ടോക്ക് വിശ്വസിക്കുന്നു. തിങ്ക് ആൻഡ് ടോക്ക് അവൾക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്.